എന്തായാലും മറ്റൊരു അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ പ്രതീക്ഷയുടെ ഒക്കെ ഒരു കാഴ്ച നമ്മൾ വീണ്ടും വയനാട്ടിൽ നിന്ന് തന്നെ പങ്കുവയ്ക്കുകയാണ്. അതും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരിൽ നിന്ന് തന്നെയാണ്. കാരണം അവരെ സഹായിക്കാൻ നമുക്കറിയാലോ, പല സ്ഥലത്തു നിന്ന് പലയിടങ്ങളിൽ നിന്ന് പല രീതിയിൽ സഹായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു 3 ചെറുപ്പക്കാർക്ക് ഒരു തട്ടുകട തുറക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. കായംകുളത്തെ ദീനിയാത്ത് എഡ്യൂക്കേഷൻ ബോർഡാണ് ഇങ്ങനെ 3 ചെറുപ്പക്കാർക്ക് അവർക്ക് ജീവിതത്തിനൊരു മാർഗം തുറന്നു നൽകിയിരിക്കുന്നത്. കാണാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായവർ ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ്. ജീവിതം മുന്നോട്ട് നയിക്കാൻ അവർക്ക് കൈത്താങ്ങ് കൂടിയേ തീരൂ. അതിനായി കൈകോർക്കുകയാണ് സമൂഹത്തിന്റെ പല മേഖലകളിലുമുള്ളവർ. ഇന്ന് വയനാടിന്റെ കവാടമായ ലക്കിടിയിൽ മുണ്ടക്കൈ തട്ടുകട തുറന്നു. ദുരന്ത മേഖലയിൽ നിന്നുള്ള 3 യുവാക്കൾക്കായി കായംകുളത്തെ ദീനിയാത്ത് എഡ്യൂക്കേഷൻ ബോർഡാണ് കട നിർമ്മിച്ചു നൽകിയത്. കുടുക്കുകളൊക്കെ പൊട്ടിച്ചിട്ടാണ് അവരുടെ ചെറിയ സ്വകാര്യ സമ്പാദ്യങ്ങൾ അതെല്ലാം അവരതിനു വേണ്ടി അവർ ശേഖരിച്ചു തന്ന തുകയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. രാജേഷ്, ജിഷ്ണു, ഇർഷാദ് എന്നീ യുവാക്കൾക്ക് വേണ്ടിയാണ് തട്ടുകട ഒരുക്കിയത്. കുടുംബം പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു സംഘടന നമുക്കൊരു വെച്ചിടാന്ന് പറയുമ്പോൾ വലിയൊരു എന്താ പറയുക, പറഞ്ഞു തീരാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് കിട്ടുന്നത്. ദുരന്തബാധിതർക്ക് ജീവനോപാധികൾ ഒരുക്കി നൽകുന്നതിൽ ശ്രദ്ധേയമായ പങ്കാണ് ദീനിയാത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റി നിർവഹിക്കുന്നത്. ജാതി മത പരിഗണനകളൊന്നുമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി നിരവധി തയ്യൽ യൂണിറ്റ്, നിരവധി കടകൾ വീണ്ടും പുനഃസ്ഥാപിക്കാൻ ആരാണോ ദുരന്തബാധിതർ അവരെ സഹായിക്കുക എന്നുള്ള ദൗത്യമാണ് സുഫിയാൻ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദീനിയാത്ത് ഇവിടെ ചെയ്തിരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിജീവനത്തിന്റെ പാതയിൽ മനുഷ്യരെ ചേർത്തു നിർത്താനുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലേട്ടൻ തന്നെ നമുക്കൊപ്പം തുടരുന്നുണ്ട്. കമലേട്ട, പലപ്പോഴും നമ്മൾ മുണ്ടക്കയിലും ചുരൽമലയിലേക്ക് സങ്കട കാഴ്ചകളാണല്ലേ ഇങ്ങനെ കൂടുതലും പങ്കുവച്ചത്. പക്ഷെ അവിടെ തന്നെ 2 ആശ്വാസത്തിൻ്റെ പ്രതീക്ഷയുടെയൊക്കെ വാർത്തകൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു വലിയ ഭാഗ്യമാണ് ആ ചെറുപ്പക്കാർക്ക്. അവർക്ക് 3 പേർക്കും ഇങ്ങനെയാണ് സത്യത്തിൽ നമ്മളൊരു പണപരമായി പെട്ടെന്ന് കുറച്ച് സഹായമൊക്കെ കിട്ടുന്നതിലും അവർക്കൊരു തൊഴിൽ മാർഗം അല്ലെങ്കിൽ അതിനൊരു അവസരം ഒരുക്കി കൊടുക്കുക എന്ന് തന്നെയാണ് വലിയ കാര്യം അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊന്നയ്യൻ അദ്ദേഹത്തിന് തയ്യൽ മെഷീൻ കൊടുത്തതൊക്കെ നമ്മൾ ഇതേപോലെ പങ്കുവച്ചാണല്ലോ. ദിവിഷ്, അതുതന്നെയാണ്. കാരണം അവർക്കൊരു ജീവനോപാധി, മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു മാർഗമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഈ കായംകുളത്തെ ദീനിയാത്ത് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ ഒരു പങ്ക്, അത് ഇന്ന് അവിടെ പോയപ്പോഴാണ് ആ കഥയൊക്കെ ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ തന്നെ ഇത് തത്സമയത്തിലേക്കൊരു സ്റ്റോറി തന്നെ തരണമെന്ന് തീരുമാനിക്കുന്നത്. കാരണം അവർ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു മതവിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ, 350ഓളം സ്ഥാപനങ്ങൾ കേരളത്തിൽ അങ്ങോളമുണ്ട്. 7500-ലധികം കുട്ടികൾ പഠിക്കുന്നു. അവരുടെ സംഭാവനയാണ്. നമ്മൾ ആ ബൈറ്റ് പൂർണ്ണമായിട്ടും അത് ഉണ്ടായിരുന്നില്ല ആ ബൈറ്റ്. പക്ഷേ അത് കുട്ടികളാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങളുടെ കുട്ടികളുടെ കുടുക്കയൊക്കെ പൊട്ടിച്ചാണ് ആ പണം കൂടുതലും കളക്ട് ചെയ്തിരിക്കുന്നത്. ആ പണമാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. അത് യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ ജാതി മത മറ്റെല്ലാ പരിഗണനകൾക്കും അപ്പുറത്ത് ഏറ്റവും അർഹരാരാണോ, ആർക്കാണ് ഈ സഹായം വേണ്ടത്, അവർക്കാണ് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ തട്ടുകടയാണ് നമ്മളെടുത്തത്. അതിന് പുറമെ 2 പശുക്കളെ ചൂരൽമലയിൽ കൊടുത്തിട്ടുണ്ട്, തയ്യൽ മെഷീനുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യമായി ചൂരൽമലയിൽ കട തുറന്ന വാർത്ത നമ്മൾ കൊടുത്തിരുന്നല്ലോ. അന്ന് ആ കട തുറക്കാൻ സുനിൽ എന്ന് പറഞ്ഞ ആൾക്കൊക്കെ കട തുറക്കാൻ സഹായിച്ചതും ഇവരാണ്. ഈ മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം, ഈ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ്. അപ്പോൾ അവരുടെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ നമുക്ക് വലിയ രീതിയിൽ അത് നല്ലൊരു കാര്യമായി തോന്നി. അങ്ങനെയാണ് ആ വാർത്ത നമ്മൾ എടുത്തതും. എന്താണെങ്കിലും ഇനിയും ഇത്തരത്തിൽ നല്ല മനുഷ്യർ വരട്ടെ, അവർ എല്ലാവരെയും സഹായിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ജീവനോപാധികളൊക്കെ ഒരുക്കി നൽകി. ഇന്ന് തന്നെ സിദ്ദിഖ് MLA അവരോട് ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടിരുന്നു. അവിടെ നട്ടലിന് പരിക്കേറ്റ സുജിത എന്നൊരു സ്ത്രീക്ക് അവർക്ക് ആവശ്യമായ ഓർത്തോ ബെഡും മരുന്ന് സൂക്ഷിക്കാൻ ഒരു ഫ്രിഡ്ജും വേണമെന്നും ഇവരോട് ആവശ്യപ്പെട്ടപ്പോൾ അതും അവർ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ആളുകളെ സഹായിക്കാൻ ഇങ്ങനെ ഒരുപാട് നല്ല മനുഷ്യർ ഇനിയും വരട്ടെ എന്നാണ് ദിവിഷ് പറയാനുള്ളത്. ശരിയാണ്, തീർച്ചയായും. അപ്പോൾ ആ ഒരു സങ്കടക്കടലിൽ നിന്ന് അവർ പതുക്കെ മുക്തി നേടി ആശ്വാസത്തിൻ്റെ ഒക്കെ ഒരു തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവരെയും വലിയ പിന്തുണയ്ക്കുന്നവർക്ക് നമ്മൾ ഹൃദയം കൊണ്ട് അവരോട് സ്നേഹം അറിയിക്കുകയാണ്. ശരി കമലേട്ട.